അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ഒരു ബദ്രീങ്ങൾ ആണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഇക്കൊല്ലം അതാ നമുക്ക് ബദ്രീങ്ങൾ ആണ്ട് കഴിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഒരു വർഷമായി ഇന്നേക്ക് 60 മാസം കണക്ക് കൂട്ടുമ്പോൾ ഒരു കോടി ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ വരിസംഖ്യയും ഇരിക്കുന്നുണ്ട് പള്ളിക്കതെ. ഇതാണ് പള്ളി നമ്മുടെ കനിയാത്ത് മാലി സെക്രട്ടറി യൂസുഫാജി. വരിസംഖ്യൊക്കെ എല്ലാവരും പെരുന്നാളോടെ അടച്ചു തീർക്കണം. വരിസംഖ്യ ബാലൻസ് ആകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ചെറിയനാളിന് വന്നിട്ട് കംപ്ലീറ്റ് അടച്ച് തീർക്കണം. മുഹമ്മദ് വയ്ക്ക പറയണ്ടോ? ആലിക്ക എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ. വളരെ ഉഷാർ. പിന്നെ റിയാസേ, ഹനീഫ, ആൾക്കെന്താ പറയണ്ടല്ലോ? നമ്മൾ ബദ്രീങ്ങൾ ആണ്ടിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. ബദ്രീങ്ങൾ ആണ്ടിനെ പറ്റി പറയാന്ന് പറഞ്ഞാല് നമ്മളെ പള്ളിയിലേക്ക് എല്ലാവരും എത്തിച്ചേരും നോമ്പ് തുറക്കാൻ വേണ്ടി. 4 മണിക്ക് നമുക്ക് അസ്രംസ്കാരത്തിന് ശേഷം ബദ്രീങ്ങളുടെ പിന്നെ പ്രത്യേകമായി അവർക്ക് വേണ്ടിയുള്ള ദുആയും ഒക്കെ പള്ളിയിൽ നടക്കും. ബദർ ബൈത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ എല്ലാവരും മഹല്ല് നിവാസികളെല്ലാവരും പങ്കെടുക്കുക. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാംസ വിതരണമാണ്. നമ്മൾ 11 മണിയോടുകൂടി ഇത് അവസാനിക്കും. മഹല്ലിലെ എല്ലാ വീടുകളിലും ആ കാർഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ മാംസം ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ അഭിവാദ്യവും അർപ്പിക്കുകയാണ് ബദർ ദിനം. അപ്പോൾ അങ്ങനെയാണ് പ്രവർത്തനങ്ങൾ. നമ്മളെ മർക്കാജി സാഹിബിന്റെ നേതൃത്വത്തിലാണ് പോകുന്നത്. ഒരാകെ ദുഃഖിതനാണ്. അവർ ബദറിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുള്ള ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലെ മൂപ്പര് ഉറങ്ങിയില്ല. ബദറിലെ കാര്യങ്ങളും അപ്പൊ അങ്ങനെയാണ് സ്ഥിതിഗതി. അപ്പൊ എല്ലാവിധ ഈ വീഡിയോയുടെ അവസാനിക്കാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഇങ്ങനെ ബദ്രീങ്ങൾ ആണ്ടിന് വീഡിയോ ചെയ്യാൻ തൗഫീഖ് എനിക്ക് ഉണ്ടാകട്ടെ. എല്ലാവർക്കും അന്ന് വീഡിയോയിൽ പറയാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ.